ഇതാണ് ഹാപ്പിനെസ്. പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങളെ കൊതിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് അറിയുന്നത് ഹാപ്പിനെസ് പാർക്ക് 6 പോയെന്നുള്ള വിവരം. ഇവിടെ വളർന്നു വരുന്ന തലമുറയെ വഴിതെറ്റിക്കാൻ ഇരുവശങ്ങളിലും ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ കൂട്ടമായി ഇവിടെയുള്ള പോലീസിനേക്കാളും വളരെ കൃത്യമായ വഴികളിലൂടെ അവിടെ ഭരണം നടത്തുന്നുണ്ട്. ഇതിനെതിരെയൊക്കെ നമുക്ക് ക്രിയാത്മകമായി ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാപ്പിനെസ് പാർക്കും സ്കൂൾ ഗ്രൗണ്ടും മാതാപിതാക്കളും അതേപോലെ തന്നെ അധ്യാപകരും ഒക്കെ കൈകോർക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് അവധിയല്ലേ? സ്കൂളൊക്കെ അടച്ചില്ലേ? ഇനി എന്നാ നിങ്ങളുടെ സ്കൂൾ ആരംഭിക്കുന്നത്? അപ്പോൾ ഈ ജൂൺ 1 മുമ്പ് ഈ ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യും? കളിക്കാൻ ആണോ? ആണോ? ഫുട്ബോൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വല്ല ക്ലബ്ബ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ക്ലബിന്റെ പേരെന്നാ? ഒന്നൂടെ പറഞ്ഞേ. സാന്റിയാഗോ. എത്ര പേരുണ്ട് ക്ലബില്? 17. എന്ത് കളികളൊക്കെ നടത്തുന്നത് ക്ലബില്? ഫുട്ബോൾ ടീമാണ് നിങ്ങൾ അല്ലേ? ടീമായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് തോട്ടിച്ചാടുക. അപ്പൊ എല്ലാവർക്കും നീന്തൽ അറിയാവോ? നീന്തൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയത്തില്ല. അപ്പൊ നീന്തൽ അറിയത്തില്ലാത്തൊരു നീന്തൽ പഠിപ്പിക്കണം. അപ്പൊ ഈ തോടിനോട് ചേർന്ന് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, ഊഞ്ഞാല്, അങ്ങനെയൊക്കെ ഒരു അറേഞ്ച് ചെയ്താൽ എന്താ കുഴപ്പമില്ല. എന്നാ വേണ്ടേ പറഞ്ഞു പിള്ളേർക്ക്? പറഞ്ഞടാ. സന്തോഷമായിരിക്കും. ഇതിന് നാണം. അതെ, കുഴപ്പമില്ല. ബൂട്ട് നീ എത്രയല്ല പഠിക്കുന്നേ? 4. ആണ് ക്ലബിന്റെ. ഇതെന്നാണ് ഇത് മാലയാണോ തൊടലാണോ? മാല. അല്ല, ഇവനെ പിടിച്ചു കെട്ടാനാണോന്ന് അറിയില്ലോ. അതെ. അങ്ങനെയൊന്നുമില്ലല്ലേ? എല്ലാം ഫുൾ ഫ്രീ. അതുകൊണ്ടാണല്ലോ ഈ വൈകിട്ട് നേരത്തെ ഇവിടെ വന്ന് ഒത്തുകൂടും അല്ലേ? എല്ലാവരുമായിട്ട് പന്ത് കളിച്ച് ഉല്ലസിച്ച് കുളിച്ച് അല്ലേ വീട്ടിൽ പോകും. രസകരമാണ് അവധിക്കാലം അല്ലേ? ഇതാണ് ഹാപ്പിനെസ് പാർക്കിന്റെ ഗുണം. ഇതുപോലെ ജനങ്ങൾക്ക് ഒത്തുചേരാനും ഇതുപോലെ ജ്യൂസ് കുടിച്ച് ഹാപ്പി ആകാനും ഇതുപോലെ നല്ലൊരു സ്ഥലമുള്ളപ്പോൾ അത് തിരഞ്ഞെടുത്ത് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഹാപ്പിനെസ്. കടനാടിൻ്റെ ഒരു സ്വപ്നമാണ് കടനാട്ടിലൊരു ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥാപിക്കുക എന്നത്. കടനാട് കൈതയ്ക്കൽ പോതക്കുഴി കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡന്റ് ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഈ തോടിൻ്റെ ഇരുവശങ്ങളിലും ഫലവൃക്ഷ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ച് വളരെ അതിമനോഹരമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കിയാൽ നല്ലതാണ് എന്ന് ഒരു പഞ്ചായത്തിന് നിർദ്ദേശം ശ്രീ ജോണി അഴകമ്പറമ്പിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡൻ്റായ ജോണി അഴകമ്പറമ്പിനോട് നമുക്ക് ചോദിക്കാം. ജോണി, ഇങ്ങനെ ഇവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത്? ഏകദേശം 22 വർഷമായി കടനാട് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ് കൈതയ്ക്കൽ പോതക്കുഴി കുടിവെള്ള പദ്ധതി. ആ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ പരിപാടി ഉൾപ്പെടുത്തി ഞങ്ങളിവിടെ 5 വർഷം മുന്നേ തന്നെ ഈ പാർക്ക് ഇവിടെ നിർമ്മിക്കണമെന്ന് ആലോചിക്കുകയും അതനുസരിച്ച് 100 കണക്കിന് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും എല്ലാ ഫലവൃക്ഷങ്ങളും കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമേൽ നല്ലതായ ഒരു സ്ഥലത്ത് ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കണമെന്ന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ പഞ്ചായത്ത് മെമ്പറോട് ആവശ്യപ്പെടുകയും മെമ്പർ അതിനുവേണ്ടി ഫണ്ട് നീക്കിവെക്കുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് എയും പഞ്ചായത്ത് മെമ്പറും ഈ സ്ഥലത്ത് വരികയും ഇവിടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പോവുകയും ചെയ്തിരുന്നു. പിന്നീട് അറിയുന്നത് ആ ഫണ്ട് ലാപ്സായിപ്പോയി എന്നാണ്. നമ്മൾ കണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ചെറക്കടവ് പഞ്ചായത്തിലും വാഴൂർ പഞ്ചായത്തിലും ഇതിലും കുറച്ച് സ്ഥലങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിവരവും ഞാൻ എൻ്റെ
വാർഡ് മെമ്പർ ശ്രീമതി ഉഷ രാജുവിനെയും നമ്മുടെ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിജി തമ്പിയെയും അറിയിച്ചിട്ടുള്ളതാണ്. ഈ സ്ഥലം ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ വിസ്തീർണം ഉണ്ട് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഇങ്ങനെയൊരു പദ്ധതി അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം പല ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെതിരെ പ്രതിഷേധത്തിൻ്റെ വാർത്തകളൊക്കെ കണ്ടു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇതിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും ഈ വാർഡിലെയും ഈ പഞ്ചായത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അതനുസരിച്ച് വാർഡ് മെമ്പറും ഈ കടനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഇവിടെ ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ച് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ഹാപ്പിനെസ് പാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഇത് പ്രയോജനകരമാകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഹാപ്പിനെസ് പാർക്കുമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ? ഇവിടെ കുറച്ചുകൂടെ തറയോടൊക്കെ പതിച്ച് ഒരു സംരക്ഷണ ഭിത്തിയും കൂടെ കെട്ടുവാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. അപകടം ഉണ്ടാകാതെ കൊണ്ട് നമുക്ക് ഒരു ഊഞ്ഞാലോ ഒക്കെ പിള്ളേർക്കൊന്ന് വൈകുന്നേരങ്ങളിലൊക്കെ കൊണ്ടുപോയി അവരെ ഒന്ന് ആസ്വദിപ്പിച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാനുള്ള സംവിധാനവും ഇതെല്ലാം നമുക്ക് അവിടെ ചെയ്യുകയാണെങ്കിൽ ഗുണകരമാവും അല്ലേ? ഇച്ചിരി ചെളിയുള്ള ഏരിയയാണ്. അപ്പോൾ ഒരു തറയോടൊക്കെ പതിക്കുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും, ആളുകളും ഉണ്ടാവും. നിങ്ങൾ എവിടുന്നാ വരുന്നേ? കുറുമണ്ണിൽ നിന്നാ വരുന്നത് അല്ലേ? എല്ലാ ദിവസവും വരാറുണ്ടോ? ഈ ഇടയ്ക്കൊക്കെ ഉള്ളൂ, അവധി പ്രമാണിച്ച്. ഇവിടെ എങ്ങനെയുണ്ടോ നീന്തൽ പരിശീലനമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണോ? സൂപ്പറാണല്ലേ? പേരെങ്ങനെയാ? അനക്സ്. ഇപ്പം ഇവരെ കൂടെ ചാടുന്നൊന്നും ഇല്ലേ? കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടുന്നാ വരുന്നേ? കുറുമണ്ണിൽ നിന്നല്ല, ഇവരെ കൂടെ അല്ല വന്നതല്ലേ? ഇവര് കൂടെ വന്നാ. നീന്തി ഇങ്ങനൊരു പരിശീലനമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് അറിയാമായിരുന്നോ? എങ്ങനെയുണ്ട്? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണ്. എല്ലാ ആൾക്കാർക്കും നീന്തൽ പഠിക്കാനൊക്കെ പറ്റും അല്ലേ? ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയേ? ഒന്ന് പറയാമോ? കുറേ പേർക്ക് പഠിക്കാനൊക്കെ ഉപകാരപ്പെടുന്ന സ്ഥലമാണ്. നല്ല ആഴമൊക്കെ ഉണ്ട്, അത്യാവശ്യം പഠിക്കാനൊക്കെ പറ്റും, നീന്തൽ പഠിക്കാനൊക്കെ പറ്റും അല്ലേ? കടനാട് പഞ്ചായത്തിൽ ഹാപ്പിനെസ് പാർക്കിനെതിരെ ഒരു പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വരികയും ഇവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക. എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം? ഏറ്റവും പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ കടനാട് പള്ളി തിരുനാളിനനുബന്ധിച്ച് നമ്മൾ കുട്ടവഞ്ചി മഹോത്സവം ഇവിടെ നടത്തി. അത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ നിൽക്കുന്ന ഈ വേദിയിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. ഹാപ്പിനെസ് പാർക്ക് എന്ന് ഈ മാർച്ചിന് മുമ്പ് ഇവിടെ ടൈലിട്ട് ഭംഗിയാക്കും. അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് പാർക്ക് ഗവൺമെൻറ്റിൻ്റെ ആ നിയമം അനുസരിച്ചുള്ള വളരെ ഭംഗിയായ പാർക്ക് നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ചെറക്കടവും വാഴൂരും പഞ്ചായത്തിലൊക്കെ ഇത് പോയി കണ്ടപ്പോൾ വളരെ ദൃശ്യമനോഹരമായിരുന്നു. ഞങ്ങളെ വളരെ ആകാംക്ഷാപൂർവ്വം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ആ ഫണ്ടൊക്കെ വക മാറ്റി എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കർണാടക പ്രദേശിൻ്റെ ഏക വിനോദ ഉപാധിയായി മാറാവുന്ന ഹാപ്പിനെസ് പാർക്ക്. കാരണം ഇവിടെ ഒരു വൃത്തമന്ദിരമുണ്ട്, അനവധി വയസ്സായ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അവർക്കൊക്കെ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാനും വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള ഈ സമീപപ്രദേശമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് കുറച്ച് സമയം ഇരിക്കാനും വ്യായാമം ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമുള്ളപ്പോൾ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഈ ഹാപ്പിനെസ് പാർക്ക് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് കോട്ടയം ജില്ലയിൽ ഇത്രയും ദൈർഘ്യമേറിയ ഏകദേശം ഒരു 2 കിലോമീറ്ററുമുള്ള വളരെ ദൃശ്യമനോഹാരിതയുള്ള ഒരു പ്രദേശമാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം. പിന്നോട്ടും 3 ചെക്ക് ഡാമുകൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇത്ര കടുത്ത വേനൽ വന്നാലും 12 മാസവും വെള്ളം സുലഭമായി കിട്ടുന്ന ഒരു തോടാണ് കടനാട് തോട്. ഇവിടെ ഈ 2 കിലോമീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് ഘട്ടം ഘട്ടമായി ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ DTPCയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ബന്ധപ്പെട്ട് ഒരു മുൻകൈ എടുത്താൽ ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ ദൃശ്യമനോഹരമായ കാഴ്ചകൾ ഒരുക്കാവുന്ന ഈ സൈഡിലൊക്കെ കെട്ടി കാൻഡയെല്ലാം പിടിപ്പിച്ച് ടൈലുമൊക്കെ ഇട്ട് ഇവിടെ ഈ മറ്റ് സ്ഥലങ്ങളിൽ 4 മണിക്കാരനേക്കാൾ അതിനപ്പുറം മികച്ച ഒരു സംവിധാനമായി മാറും കർണാടക പഞ്ചായത്തിൽ. അതിവിടെയുള്ള വ്യാപാരികളെ സംബന്ധിച്ച് ഒരു ഗുണപ്രദമാണ്. അവർക്കും 4 പേര് വരുമ്പോൾ കച്ചവടം ചെയ്യാനും അതുപോലെ തന്നെ ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന കടനാട് ഒരു ആൾത്തിരക്കുള്ള ഒരു സംഭവബഹുലമായ കേരള ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുന്ന ഒരു പഞ്ചായത്തായി മാറും കടനാട്.
അതിന് ഉതകുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ നിൽക്കുന്ന സ്ഥലം വളരെ മനോഹാരിത നിറഞ്ഞ പല വൃക്ഷ തൈകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിന് തോടിനക്കരെ അങ്ങനെ തന്നെയുണ്ട്. ഇത് ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ്. അതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുമായി നമ്മൾ സഹകരിച്ചുകൊണ്ട് ഈ ടൗണിനോട് ചേർന്ന് ഭംഗിയായ ഒരു ഹാപ്പിനെസ് പാർക്ക് നടപ്പാക്കും എന്നാണ് എൻ്റെ ഒരു താല്പര്യം. പഞ്ചായത്ത് കമ്മിറ്റി ഈ ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ബഡ്ജറ്റിലും വകയിരുത്തിട്ടുണ്ടെന്നൊക്കെ പത്രവാർത്തകളിൽ നിന്നൊക്കെ കാണുവാൻ സാധിച്ചു. അതൊക്കെ എന്ത് സംഭവിച്ചു? ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങളെ കൊതിപ്പിക്കുകയാണ് ചെയ്തത്. ഹാപ്പിനെസ് പാർക്കിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്നാണ് ആദ്യമായി നമ്മളോട് അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഹാപ്പിനെസ് പാർക്ക് 6 പോയെന്നുള്ള വിവരം. ഈ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ വളരെ നന്നായിട്ട് ഹാപ്പിനെസ് പാർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുമൊക്കെ ആസ്വദിക്കുവാനും അതുപോലെ വൈകിട്ട് നേരങ്ങളിൽ അവിടെ ചിലവഴിക്കാനും വ്യായാമങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഒരുക്കാൻ പറ്റിയൊരു സ്ഥലമല്ലേ നമ്മുടെ ഈ കടനാട് പഞ്ചായത്തിൻ്റെ ഈ തോടിനോട് ചേർന്നുള്ള ഈ സ്ഥലമൊക്കെ? തീർച്ചയായും ഈ ചെക്ക് ഡാമിന് ഇതിലും വലിയൊരു സൗകര്യമുള്ള ഒരു ചെക്ക് ഡാം ഈ പ്രദേശത്ത് ഈ കോട്ടയം ജില്ലയിൽ പോലുമില്ല. ഇത്രയും സൗകര്യമുള്ള ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി നമുക്കറിയാം, ചെറക്കടവിലും വാഴൂരിലുമൊക്കെ അവിടെ പണിതിരിക്കുന്ന ഹാപ്പിനെസ് പാർക്ക് ഇതിലും സൗകര്യം കുറഞ്ഞ, ഇതിലും സെൻറ്റുകൾ കുറഞ്ഞ സ്ഥലത്താണ് ഹാപ്പിനെസ് പാർക്ക് അവിടെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ആവേശത്തോടെ ജനം കാത്തിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ കടനാട്ടിലെ ഈ ഹാപ്പിനെസ് പാർക്ക്. അതിന് പഞ്ചായത്ത് വലിയൊരു പ്രോത്സാഹനം നൽകിയില്ല എന്നത് വളരെ വേദനാജനകമായ സംഭവമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ, ഇവിടുത്തെ കുട്ടികൾ, നമുക്കറിയാം ഈ ചെക്ക് ഡാമിൽ കുളിക്കാനും കളിക്കാനും ഒക്കെ വരുന്ന കുട്ടികൾ വളരെ സന്തോഷത്തോടെ അവരുടെ ഒരു ആവേശം കാണുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഈ നാടിലെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും ആവില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും? ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും, പ്രായമായവർക്കും കൊച്ചു പിള്ളേർക്കും കംപ്ലീറ്റ് ഇവിടെയുള്ള ഈ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും നല്ലത് വൈകുന്നേരം വന്ന് ഒരു വർത്തമാനം പറഞ്ഞ് ഇതുപോലെ ഇരുന്ന് എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ ഒരു ഇതാണ്. പഞ്ചായത്ത് അത് ദൈവം സഹായിച്ചു ശരിയാക്കി തന്നു. ഈ പാർക്കിനോടനുബന്ധിച്ച് ഇവിടെ ഒരു നീന്തൽ പരിശീലനം പിള്ളേർക്ക് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ്. പിള്ളേർ ചെറിയ വെള്ളത്തിൽ ചാടിയാലും അവർക്കത് നീന്തി കയറാനുള്ള ഒരു അറിയത്തില്ല. അത് ഇതിനോടനുബന്ധിച്ച് സ്കൂളും ഉണ്ടല്ലോ അല്ലേ? തൊട്ട് സ്കൂളുണ്ടല്ലോ. അപ്പോൾ ഈ അവധിക്കാലത്താണേലും ഒരു നീന്തൽ പരിശീലനം പിള്ളേർക്ക് കൊടുക്കേണ്ട ഒരു 2 മാസം ഒരു പരിശീലനമൊക്കെ ചെയ്യാൻ പറ്റും. അത് തന്നെ ആഴ്ച 2 ദിവസം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അത് പിള്ളേർക്ക് ഏത് വെള്ളത്തിൽ പോയാലും അവർ പിടിച്ച് കയറി രക്ഷപ്പെടാനുള്ള ഒരു പരിശീലനം ആയിക്കോളും. ഒരു പരിശീലനം ഈ കടനാട് പഞ്ചായത്തിൽ ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി ഒരു ഫണ്ട് അനുവദിച്ചിരുന്നു. അത് ഈ മാർച്ച് 31 മുമ്പ് നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ്. അപ്പോൾ അത് ലാപ്സായെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് കൊല്ലപ്പള്ളി ടൗൺ ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഹാപ്പിനെസ് പാർക്ക് കടനാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ ജനുവരി മാസത്തിൽ കൊട്ടവഞ്ചി മഹോത്സവം നടത്തി. വളരെ ഗംഭീരമായിട്ട് ആളുകൾ അതിനെ നെഞ്ചിലേറ്റി. നമുക്ക് ഇത്ര സാധ്യതകൾ, കാരണം ഇവിടെ ധാരാളം മരങ്ങളും തണൽ മരങ്ങളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച് ഈ ജോണിച്ചേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് പരിപാലിക്കുകയും നല്ല സാധ്യതകളുള്ള ഈ കടനാട് മേഖലയിൽ അല്ല ടൂറിസത്തിൻ്റെ മാപ്പിൽ കടനാട് പഞ്ചായത്തിന് നല്ലൊരു ഇടം നൽകുന്ന രീതിയിലുള്ള ഈ ഹാപ്പിനെസ് പാർക്ക് തുക അനുവദിച്ച് അത് ലാപ്സായി കളഞ്ഞതിലുള്ള പ്രതിഷേധവും അതിൻ്റെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. ഞാൻ ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാനും എൻ്റെ വൈഫും മാത്രമുള്ള ഒരു ഇതിൽ ഈ എല്ലാ പഞ്ചായത്തിലും സർക്കാർ ഈ അടുത്ത കാലത്ത് നിയമസഭയിൽ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അവതരിപ്പിച്ച ഒരു അഭിപ്രായ പ്രകടനത്തിൽ ഒരു പകൽ വീട് അനുവദിക്കും. അത് എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടും. അതുകൊണ്ട് ഇവിടുത്തെ വയോജനങ്ങൾക്ക് ഒന്നിച്ചുകൂടാനും ഉല്ലസിക്കാനും ചിരിക്കാനും കളിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിന് ഈ പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ഏറ്റെടുക്കാനും തയ്യാറാണ് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു.
ഇപ്പം നമ്മളിവിടെ ഒരു ഹാപ്പിനെസ് പാർക്കിൻ്റെ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടിയിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. അത് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനീ പറഞ്ഞത് അതിന് പുറമേ ഉള്ളൊരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് അത് സദയം ഒരു പരിഗണന നടത്തി അംഗീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ ചെറക്കടവ്, അതായത് പൊൻകുന്ന ഭാഗത്തുള്ള ചെറക്കടവ് പഞ്ചായത്തിൽ ഒരു ഹാപ്പിനെസ് പാർക്ക് തയ്യാറാക്കിയിരുന്നു. അതിനകത്ത് ഒരു 6ഓളം ഉപകരണങ്ങൾ പ്രായമുള്ള ആളുകൾക്ക് വ്യായാമം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വൈകിട്ട് നേരങ്ങളിൽ അവിടെ വന്നു കഴിഞ്ഞാൽ വ്യായാമം ചെയ്യുകയും അതുപോലെ അതിന് സമീപമുള്ള ചെറിയൊരു തോടുണ്ട്, ആ തോട്ടിൽ കുളിക്കുകയും ആ ഭാഗത്ത് ലൈറ്റൊക്കെ ഇട്ട് ഒരു 8-9 മണി വരെ വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള ബെഞ്ചുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഈ ഭാഗത്ത് ചെയ്താൽ നല്ലതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കും. ഇത് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ ഈ കടനാട് പഞ്ചായത്തിൽ ഈ സ്ഥല പരിമിതി ഒന്നുമില്ല, ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം. എല്ലാ ദിവസവും ട്രെയിനിങ്ങിന് വരാറുണ്ടോ? ഉണ്ടല്ലേ. എവിടെയാണ് താമസിക്കുന്നത്? ഈ കർണാടക തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പരിശീലനമൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണ ഇവിടെ വന്ന് ചെയ്യാറുള്ളത്? ഞാൻ ഓടാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു അത്ലറ്റാണ്. എവിടെയാണ് ഇപ്പം? സായിൽ അല്ലേ. പേരെങ്ങനെയാ? റോഷൻ. അപ്പോൾ അവധിക്ക് വന്നതാണല്ലേ? അവധിക്ക് വന്നു. ഒരു മാസം ഇവിടെ ഉണ്ട്. ഒരു മാസമുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു സൗകര്യം ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഗുണകരമല്ലേ? ഗുണകരമാണ്. ഇപ്പോൾ ഈ നമുക്കറിയാം സാധാരണ ഈ കുട്ടികൾ സ്പോർട്സിലേക്ക് വരാൻ മടിക്കുക. അതിൻ്റെ ഒരു പ്രധാന കാരണം മാതാപിതാക്കൾ വിടാത്തതാണ്. അല്ലേ? നമ്മൾ ഇപ്പോൾ അങ്ങനെ വിടാതെ വന്നു കഴിയുമ്പം കുട്ടികൾ വേറുള്ള മറ്റുള്ള ആക്ടിവിറ്റിയിലേക്ക് പോവുക, ലഹരിക്കൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളെ സ്പോർട്സിലേക്കൊക്കെ വിടണം. തീർച്ചയായും വിടണം. അപ്പോൾ ആ വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ടല്ലേ? ഉണ്ട്. ഈ സായിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള അനുഭവം എന്താ? അവിടെ പോയിട്ട് നല്ല അനുഭവമായിരുന്നു. ഇപ്പോൾ ഒരു നാഷണൽ പോയി, സ്റ്റേറ്റ് മെഡൽ വന്നു, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് വന്നു. നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് അല്ലേ? അതുപോലെ ഇങ്ങനെയുള്ള മദ്യത്തിനോ മയക്കുമരുന്നിനോ പുറകെ ഒന്നും പോകാൻ തോന്നുന്നില്ല. കൂട്ടായി, നിങ്ങളൊരു കർഷകനാണല്ലോ. അപ്പോൾ ഈ കുട്ടികളിവിടെ കാണിക്കുന്ന പരിപാടികളൊക്കെ കണ്ടു അല്ലേ? കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? നല്ല അഭിമാനം തോന്നുന്നു. അപ്പോൾ ആ പുള്ളിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. കായികക്ഷമത കൂടി, ആത്മവിശ്വാസം കൂടി, അതൊക്കെ ഒരു നല്ല പ്രവണതയാണ്. ഇപ്പം കുട്ടായിയുടെ കുട്ടികളെ ആണെങ്കിലും സ്പോർട്സിലൊക്കെ വിടാറുണ്ടോ? സ്പോർട്സ് വിടാറുണ്ട്. അവനെ കരാട്ടയൊക്കെ പിടിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പം കുട്ടായിക്ക് ഈ 50-ാം വയസ്സിൽ റോഷൻ കാണിച്ചതുപോലെ ഇതെല്ലാം തൂങ്ങിക്കാണിക്കാൻ പറ്റുമോ? തൂങ്ങിക്കാണിക്കാൻ എനിക്ക് പ്രായമായതിൻ്റെ ഒരു ചെറിയ ബലക്ഷമതയൊക്കെ ഉണ്ട്. നോക്കാം. പറ്റിയല്ല. ബോബി കടനാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ തോന്നുന്നു? നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കർണാടക. ദൈവം തൻ്റെ കരവിരുത് ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കിയ ഒരു പ്രദേശം. കടനാടിൻ്റെ പെരുമാറിൽ ചൈതന്യം വാരി വിതറി നിൽക്കുന്ന ദേവാലയം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സുന്ദര സുരഭില അനർക്ക നിമിഷങ്ങൾ കോർന്നുകൊണ്ട് നിലകൊള്ളുന്ന ഈ സരസ്വതി ക്ഷേത്രവും ഈ നാടിൻ്റെ അഭിമാനം. എങ്ങനെയുണ്ട് നമ്മുടെ ഹാപ്പിനെസ് പാർക്കിൻ്റെ പരിപാടികളെ കുറിച്ചുള്ള ആലോചന? അതൊക്കെ നല്ലൊരു നല്ല ഇതാണ്. കർണാടകയിലെ ഒരു വൈകിട്ട് സായാഹ്നം അതുപോലെ തന്നെ ഉള്ള സമയത്ത് വന്നിരിക്കാനും അതേപോലെ നല്ല തണൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. തോടുണ്ട് ഇവിടെ. നല്ല ഇത് കൂട്ടാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് നമ്മൾ കണ്ടതാണ്. നല്ല ഒന്നാന്തരമായിട്ട് കൊട്ടവഞ്ചിയൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല എത്ര നല്ല സൗകര്യമാണ്. അപ്പം കുറച്ചുകൂടെയൊക്കെ ഒന്ന് പഞ്ചായത്തുകാരൊക്കെ ഒന്ന് ഇത് ഉഷാറാകുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഇരിപ്പിടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് ഇവിടെ തീരും എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഇപ്പമുള്ള പാർക്കുകളിലൊക്കെ കാണാം. നമുക്ക് വാക്കിങ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വന്ന് ചെയ്യാനുള്ള ചെറിയ എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ പഞ്ചായത്ത് അങ്ങനെയുള്ളവർ ഇവിടെ അതൊക്കെ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അതൊരു വലിയ ഉപകാരമായിരിക്കും. ഇത്രയും നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ഒത്തിരി കുട്ടികൾക്ക് സ്പോർട്സിൽ പരിശീലനങ്ങളൊക്കെ കൊടുക്കുകയും അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ്.
നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാൻ പറ്റിയ ഒരു അനുയോജ്യമായ സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന കടനാട് തോട്. പിന്നെ 100 ഏതാണ്ട് 200 മീറ്ററോളം നമുക്ക് നീളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 100 മീറ്ററോളം തന്നെ ഇത് കൂട്ട് വീതിയും കിട്ടുന്നുണ്ട്. 100 മീറ്റർ ഇല്ലെങ്കിലും ഒരു 60 മീറ്ററോളം വീതിയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായ ഒരു ലെവലിൽ തന്നെയാണ് വെള്ളം കിടക്കുന്നത്. നമുക്ക് ഇവിടെ അനുയോജ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നീന്തൽ പഠിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള, ഞങ്ങൾ കുറച്ചൊക്കെ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇവിടെയുള്ള പിള്ളേരെ നീന്തലൊക്കെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെയല്ലാതെ നല്ലൊരു പ്രൊഫഷണലായിട്ട് അത് പഠിപ്പിക്കാനുള്ള ആളെയും കൊണ്ടുവന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായിരിക്കും. അത് ഏറ്റവും നല്ലതായിരിക്കും, നാടിന് നല്ലതാണ്. ഇവിടെ ഈ ചെക്ക് ഡാമിൽ സ്ഥിരമായിട്ട് ഒരു കുട്ടവഞ്ചി സർവീസ് നടത്താൻ വേണ്ടി ഇവിടെ ഇല്ലി ഞങ്ങൾക്ക് അവിടെ സിസ്റ്റം പോലെ കിട്ടാനുണ്ട്. ഇല്ലി മേടിച്ച് ഒരു കുട്ടവഞ്ചി സർവീസ് സ്ഥിരമായിട്ട് ഇവിടെ എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതിന് ഒരു സ്ഥിരമായ സംവിധാനമായി മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻസാറ് രാവിലെ കുട്ടികൾക്കുള്ള പരിശീലനമാണ് അല്ലേ? രാവിലെ ഒന്നുള്ളതാണ്. എല്ലാ ദിവസവും ഉണ്ടോ? സൗദി ഇപ്പോൾ സമ്മർ ക്യാമ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വീക്കെൻഡ് ഉണ്ട്. ബാക്കി സാനിറ്റൈസർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് എത്ര കുട്ടികളുണ്ട് ഇവിടെ? നമുക്കൊരു 15-20 പിള്ളേർക്ക് ഉണ്ടാണ്. പിന്നെ ഓരോരുത്തർക്ക് വേറെ എക്സ്ട്രാ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡിലേ ആയി പോകുന്നുണ്ട്. എന്നാലും ആവശ്യത്തിൽ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ കൊടുക്കുന്നത് ഫുട്ബോൾ പരിശീലനമല്ലേ? കുട്ടികൾക്ക് എന്തെല്ലാം പരിശീലനങ്ങളാണ് സാധാരണ നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട്? ഫുട്ബോളിൽ എന്താ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഉണ്ട്, നോർമലി പ്രാക്ടീസിനുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, കണ്ടീഷനിങ് ഉണ്ട്, അതിൻ്റെ എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് തന്നെ നമുക്കൊരു മെഡിറ്റേഷൻ ലെവൽ കാരണമുള്ള യോഗ, ലൈക്ക് യോഗയുടെ ഫസ്റ്റ് ബേസ് മോഡൽ തന്നെ എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എക്സസൈസ് എന്ന് വെച്ചാൽ എന്തിനാണ് ശരി സ്റ്റാർട്ടിങ് ആണ് എക്സസൈസ് ആണ്. എക്സസൈസ് മോഡൽ വാം ലെവൽ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഗെയിമിലേക്ക് വരുന്നത്. ഏത് ക്ലാസ്സിൽ തൊട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പരിശീലനം സാധാരണ കൊടുക്കുന്നത്? ഇവിടെ എങ്ങനെയാലും ഒരു 5 to 10th ആ ലെവലിലേക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ അല്ലേ? അത് തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 18 വയസ്സ് വരെയുള്ളവർക്ക് തന്നെ എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറ് ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളെയും നമുക്ക് സ്പോർട്സിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ? പറ്റും. കാരണം അങ്ങനത്തെ ഒരു ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെല്ലാം ക്ലാസ്സിലാണെങ്കിലും ശരിക്കും വേറെ രീതി പറയാന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറുന്നതിനെക്കാട്ടും പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗ്രൗണ്ടിലേക്ക് വരാൻ വേണ്ടി തന്നെയായിരിക്കും. കാരണം അവർക്ക് അത്ര ഒരു ഇതാണല്ലോ. അതായത് നമ്മുടെ പഠനത്തിൽ നിന്നുമെല്ലാം നമുക്കൊരു ആ സ്ട്രെസ്സിൽ നിന്നെല്ലാം മാറാൻ സ്പോർട്സ് എപ്പോഴും സാധിക്കും അല്ലേ? ഈ കുട്ടികളെ കൂടുതലായിട്ട് സ്പോർട്സിലേക്ക് വിടാതെ മാതാപിതാക്കളും അതോടൊപ്പം അധ്യാപകരും പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കാരണം? പല പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം അത് അങ്ങനത്തെ ഒരു ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പല കുട്ടികളും പല പ്രശ്നങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അവർക്കൊരു പ്രായത്തിൻ്റെ ആയിരിക്കാം ഇഷ്ടംപോലെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ 24 മണിക്കൂറും ഉണ്ടെങ്കിൽ ഫുൾ ടൈം ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ലെവൽ വേറെ രീതിയിൽ പോകത്തേ ഉള്ളൂ. അതിന് മാക്സിമം വീട്ടുകാർ തന്നെ എന്തെങ്കിലും വേറൊരു പ്രോഗ്രാമിലേക്ക് വിടുക. പോകുകയെന്നുണ്ടെങ്കിൽ മാക്സിമം അവരുടെ സ്ട്രെസ്, ആങ്സൈറ്റി അതെല്ലാം ഒന്ന് മാറുകയും ചെയ്യും. അവർക്ക് കുറച്ച് ഫ്രീ ആവാൻ തോന്നുകയും ചെയ്യും. അതായത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ആക്ടിവിറ്റി അവരെ തന്നെ കൊണ്ട് തിരഞ്ഞെടുത്ത് അതിലേക്ക് വിടുക അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ഈ പറയുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും പുറകെ അവരുടെ പോക്കൊക്കെ നിൽക്കും. സിബി ഈ കാണുന്ന സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡൻറ്റുമൊക്കെയാണല്ലോ. അതുപോലെ ഒരു പൊതുപ്രവർത്തകനുമാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇന്ന് സ്പോർട്സ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്കൂൾ കുട്ടികൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലാതെ വന്നിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും പണ്ടൊക്കെ നമുക്കറിയാം ഏത് സ്കൂളിൽ ചെന്നാലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരത്ത് ചെന്നാലോ ധാരാളം കളിക്കുന്ന കുട്ടികളെ കാണാമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങൾ നമുക്ക് കണ്ടു കിട്ടാൻ തന്നെ വളരെ അപൂർവമാണ്. പക്ഷേ ഈ കടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്കൂൾ ഗ്രൗണ്ടുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ കാണാം. അല്ലെങ്കിൽ വൈകിട്ട് നേരങ്ങളിൽ നമ്മുടെ ഈ ചെക്ക് ഡാമിൽ നീന്തി കുളിക്കുന്ന കുട്ടികളെ കാണാം. അപ്പോൾ ഇവരെയൊക്കെ ഈ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഹാപ്പിനെസ് പാർക്ക് കൊണ്ട് സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. സാധാരണ കുട്ടികളൊക്കെ ഈ മദ്യത്തിനും മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകെ പോകുന്ന വാർത്തകൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഹാപ്പിനെസ് പാർക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകിട്ട് നേരങ്ങളിൽ ഈ കാണുന്ന തടാകത്തിൽ വന്ന് നീന്തി കളിക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവണതകളിൽ നിന്നും കുട്ടികൾ മാറാൻ സാധ്യതയില്ലേ? 100% മാറാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലം ഞാൻ ഓർക്കുകയാണ്. അയൽവക്കക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. വൈകുന്നേരം 4 മണി വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി തലപ്പന്ത് കളിക്കാനും അയൽവക്കത്ത് പോയി കൂട്ടുകൂടാനും ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടികൾ തമ്മിൽ പോലും സ്കൂളിൽ വന്നാൽ പോലും യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇന്ന് പുസ്തകപ്പുഴുവായി മാറിയിരിക്കുകയാണ്. ഇന്ന് കണക്കായ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കളികൾ എല്ലാ സ്കൂളിലും ഉണ്ടായിരുന്നു.
ഇന്ന് ആ കളികളൊക്കെ മാറി വീട്ടിലാണെങ്കിലും അവർ കളിക്കാൻ വിടാനോ അയൽവാസികളുമായിട്ട് കൂട്ടുകൂടാനോ ഉള്ള സാഹചര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് രാസലഹരി പോലെയുള്ള കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങൾക്ക് അടിമയായി പോകുന്നു എന്നുള്ളത് വളരെ ഹൃദയവേദനയോടെ പറയുകയാണ്. നമ്മുടെ അടുത്ത ഈ സ്ഥലമായ ഉള്ളനാട്ടിൽ പോലും രാസലഹരി പിടിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ സമീപപ്രദേശത്തുള്ള എല്ലാ സ്കൂളിലും ഇത് വിതരണം ചെയ്തു എന്നാണ്. നമുക്ക് വളരെ ഞെട്ടലോടെ മാത്രമേ PTA പ്രസിഡന്റ് നിലയിലല്ല, ഞാൻ ഒരു 2 കുട്ടികളുടെ പിതാവ് എന്ന നിലയിലും വളരെ ഞെട്ടലോടെ മാത്രമേ അത് ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വളർന്നു വരുന്ന തലമുറയെ വഴിതെറ്റിക്കാൻ ഇരുവശങ്ങളിലും ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ കൂട്ടമായി ഇവിടെയുള്ള പോലീസിനേക്കാളും വളരെ കൃത്യമായ വഴികളിലൂടെ അവിടെ ഭരണം നടത്തുന്നുണ്ട്. ഇതിനെതിരെയൊക്കെ നമുക്ക് ക്രിയാത്മകമായി ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാപ്പിനെസ് പാർക്കും സ്കൂൾ ഗ്രൗണ്ടും മാതാപിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒക്കെ കൈകോർക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അവരുടെ ഊർജ്ജം നഷ്ടപ്പെടാതെ മറ്റൊരു വിധം ചെലവഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് മാർഗങ്ങളിലേക്ക് പോകാതെ നിൽക്കും എന്നുള്ളത് വളരെ കൃത്യമായ സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പഞ്ചായത്ത് കമ്മിറ്റിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ബോധ്യമുണ്ടായിട്ടും ഈ ഹാപ്പിനെസ് പാർക്കിന് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഹാപ്പിനെസ് പാർക്ക് വകമാറ്റിയതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഇത് അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആലോചിക്കട്ടെ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുക്കും. ഇത്തരത്തിലും കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാവുന്നതാണ്. പത്രദ്വാര നമ്മുടെ ഈ ഉള്ളനാട്ടിലെ കാര്യങ്ങൾ പത്രത്തിലൊക്കെ വന്നതാണ്, ഫോട്ടോ സഹിതം. അപ്പോൾ ഇത്തരത്തിലും കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പോലെയുള്ള ആളുകൾ മുൻകൈ എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമിനെ ശരിക്കും സദാ സന്നദ്ധരായി ഇതുപോലെ ആളുകളെ നോക്കേണ്ട ഒരു ചുമതല കൂടി പഞ്ചായത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഹാപ്പിനെസ് പാർക്ക് ഇവിടെ നടപ്പാക്കുക എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു നോക്കുകയാണ്. താങ്കൾ കൊല്ലപ്പള്ളി വ്യാപാരി വ്യവസായിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ ജില്ലാ കൗൺസിൽ അംഗമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് പാർക്ക് അല്ലെങ്കിൽ ഈ വിനോദസഞ്ചാരമായിട്ട് ബന്ധപ്പെട്ട് കടനാട്ടിൽ ഇങ്ങനെ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ ഒരു വ്യവസായി എന്ന നിലയിൽ ഇതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്? ചെറുകിട വ്യാപാര മേഖല ഇന്ന് വളരെയേറെ തളർച്ചയുടെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കടനാട് പഞ്ചായത്തിൽ പ്രത്യേകിച്ച് കടനാട്ടിൽ ഈ രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് പാർക്ക് വരികയാണെങ്കിൽ അത് കടനാട് പഞ്ചായത്തിൻ്റെ ഭരണസ്ഥിരായ കേന്ദ്രമായ കൊല്ലപ്പള്ളിയിലും അതുപോലെ തന്നെ നീലൂർ മേഖലകളിൽ അതുപോലെ രാമപുരം കവല അതുപോലെ രാമപുരം നമ്മുടെ മാനത്തൂര് കടനാട് പഞ്ചായത്തിൻ്റെ ചെറിയ ടൗണുകളെല്ലാം ഉണർവുണ്ടാകും. അത് തീർച്ചയായിട്ടും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് നൽകുന്ന ഒരു വൻ ഗുണമായിരിക്കും ഈ ഹാപ്പിനെസ് പാർക്ക് ഇവിടെ വരികയാണെങ്കിൽ. അതുപോലെ തന്നെ ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഈ ചെറിയ ഗ്രാമത്തിൽ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ചെറുകിട വ്യാപാര മേഖലയ്ക്കും നാട്ടിലെ മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും എല്ലാവർക്കും ഒരു വലിയ ഗുണമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കടനാട് ടൗണിൽ എല്ലാ ദിവസവും വരാറുണ്ടോ? എല്ലാ ദിവസവും വരാം. എന്നും രാവിലെയും വൈകിട്ടും 365 ദിവസവും ഇവിടെ വരാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഈ പഞ്ചായത്തിൽ ഇവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് വന്നാൽ ഗുണകരമാകുമോ? ഗുണകരമാകും. എന്താ വരണം? അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ കാഴ്ച നിൽക്കുന്ന ചെടി എന്താ ഇത്? ഇത് ചുമന്ന ചീമനെല്ലിയാണ്. അതായത് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ ലോബിക്ക അല്ലേ? അപ്പോൾ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇത് പഴുത്തില്ലല്ലോ? പഴുക്കാൻ തുടങ്ങിയല്ലോ. ചിലത് കണ്ടില്ലായിരുന്നു. പഴുത്തത് കഴിഞ്ഞ ദിവസം പറിച്ചതല്ലേ? പറിച്ചതാണല്ലേ? അപ്പോൾ ഈ ഇതിന്റെ ഫലങ്ങളൊക്കെ ഇവിടെ വരുന്ന ആർക്കും പറിച്ചെടുക്കാൻ പറ്റുമോ? എല്ലാ ആളുകളും പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കുട്ടികളും ഇവിടെ പാർക്ക് വരുന്ന ആളുകളും ഒക്കെ പറിക്കുന്നു. പറിക്കാം അല്ലേ? ഈ കടയാനിയൊക്കെ ഉണ്ടോ കാഴ്ച നിൽക്കുന്നു? കടയാനി ഏതാ കാഴ്ചവെക്കുന്നേ? അതിന്റെ അപ്പുറത്ത് ഈ കടച്ചക്ക. കടച്ചക്ക കടയാനി എന്നത് പറയുന്നത് അല്ലേ? അതിന് തൊട്ടപ്പുറത്ത് പേരനിപ്പുണ്ട് അല്ലേ? ഇതെല്ലാ വർഷങ്ങളും കായ്ച്ചു. പേരയും കായ്ച്ചു. കണ്ടില്ലേ? നിറച്ച് കായ്ച്ചു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ പറിച്ച് കഴിക്കുകയും ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് വിശ്രമിച്ചാൽ മാത്രമല്ല ഫലങ്ങളും ഭക്ഷിക്കാം. അപ്പോൾ അതൊരു നല്ലൊരു സൗകര്യമാണല്ലോ. ഇത് ഈ പേരയ്ക്കൊക്കെ പറിക്കുന്ന പൈസ വല്ലതും വേണോ? പൈസ എല്ലാം എല്ലാം സൗജന്യമാണ് അല്ലേ? സാധനത്തിനും വിലയില്ല. ഈ കാണുന്ന സപ്പോട്ടയല്ലേ? ഇത് പൂത്തറുണ്ടല്ലേ? ഇതും കായ്ച്ചു അല്ലേ? പിന്നെ എല്ലാ വർഷവും കായ്ച്ചോണ്ടിരിക്കുമല്ലോ. കായ്ക്കുന്നുണ്ട്. ഇത് പൂത്തറുണ്ടല്ലോ. ഇതെന്ത് ചെടി? ഇത് ചീമച്ചാമ്പ. ഇത് ചീമച്ചാമ്പ അല്ലേ? ഇത് കായ്ച്ചോ? കായ്ച്ചിട്ടില്ല. ഇത് അടുത്ത വർഷം കായ്ക്കും.
ഇത് മുള്ളാത്ത. മുള്ളാത്ത കണ്ട മുള്ളാത്തയൊക്കെ 2 വർഷമായി കായ്ക്കാൻ തുടങ്ങി. അത് മുള്ളാത്ത എന്തോ ഔഷധഗുണമുള്ള സാധനമല്ലേ? മുള്ളാത്തയുടെ ഫലം കഴിച്ചാൽ ക്യാൻസറിന് ശമനം കിട്ടുമെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഔഷധ ഗുണമുള്ള സസ്യങ്ങളുമുണ്ട് അല്ലേ? ഔഷധ ഗുണമുള്ളതുകൊണ്ട് അല്ലാതുള്ള ഫലവൃക്ഷങ്ങളുമുണ്ട്. 1 രൂപ പോലും മുടക്കാതെ ആർക്കും ഇവിടെ വന്ന് ഈ ഫലവൃക്ഷങ്ങൾ പറിക്കാം. അല്ലെങ്കിൽ ഇനി ഔഷധ ഗുണമുള്ള മുള്ളാത്ത ഉൾപ്പെടെയുള്ള സസ്യങ്ങളിൽ നിന്നും പറിച്ചെടുക്കാം. അതിനൊക്കെ എല്ലാവർക്കും ഇങ്ങോട്ട് കടന്നു വരാവുന്നതാണ്. ഇവിടെ ഇലിമ്പിയുണ്ടല്ലേ? അപ്പോൾ ഈ കറി വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പിലിടാൻ അല്ലേ? ഇലിമ്പിക്ക പറിച്ച് ഉപ്പിലിടുകയോ കറി വെക്കുകയൊക്കെ ചെയ്യാം. അതിനോടനുബന്ധിച്ച് തെങ്ങുണ്ട്. തെങ്ങ് കായ്ച്ചാൽ കരിങ്ങും കുടിക്കാം അല്ലേ? അത് കപ്പളം കൃമികടി മാറുമെന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും കൃമികടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി അല്ലേ? കപ്പളങ്ങ, കുടംപുളിയൊക്കെ ഇപ്പം അന്യം നിന്ന് പോകുന്ന സാധനങ്ങളാണ്. കുടംപുളി കായ്ച്ചില്ലല്ലോ. അത് കായ്ച്ചില്ല. അപ്പുറത്താണ്ട് കശുമാവ് പൂത്ത് കായ്ച്ചു നിൽക്കുന്നു. കശുമാവ് കായ്ച്ചിട്ടുണ്ടോ? അതൊക്കെ നാട്ടിലെ പിള്ളേർക്കൊന്നും കാണാനില്ലാത്തത് കാരണം കൊണ്ട് നട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നിറച്ച് കായ്ച്ചിട്ടുണ്ട് അല്ലേ? പൂത്തിട്ടുണ്ട്. ഇതെന്ത് ചെടിയത്? അമ്പഴം. ഇത്രയും ചെറുപ്പത്തിൽ കായ്ക്കും? ഇത് ബഡ് പൂത്തിട്ടുമുണ്ട്, പൂവുണ്ട്, കായുണ്ട് അല്ലേ? അത് മുള്ളാത്ത വേറെ ഉണ്ട് അല്ലേ? മുള്ളാത്ത കായുണ്ട്. ഇത് മാവല്ലേ? മാവിലും കായുണ്ട്. ഇതെന്നാ ഇത്? ഇതൊരു ചാമ്പയാ. ഇത് കായ്ച്ചോ? ഇത് കായ്ച്ചതായിരുന്നു. കായ്ച്ചതല്ലേ? 5 എണ്ണം ചാമ്പകൾ നട്ടിട്ടുണ്ട്. 5 ഇനത്തിൽപ്പെട്ട ചാമ്പകൾ ഇവിടെ ഉണ്ട് അല്ലേ? ഈ മാവ് കായ്ച്ചോ? കായ്ച്ചിട്ടുണ്ട്. കാലാവസ്ഥ മോശമായിട്ട് പൊഴിഞ്ഞു പോയി. മാങ്ങ നിൽപ്പുണ്ട്. ചെറുതായിട്ട് കാണാം. ആ കാലാവസ്ഥ ഇത് മാങ്ങായും കായ്ച്ചിട്ടുണ്ട്. ഈ പേരയൊക്കെ നിറച്ച് കായാട്ടോ. ഇപ്പൊ ഈ പൂത്ത് നിറച്ച് കായ. ഇത് റംബൂട്ടാൻ അല്ലേ? ഇതൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ടോ? റംബൂട്ടാന്, പ്ലാവും ഉണ്ട്. പ്ലാവ്, ചക്ക ഉണ്ടായോ? കായ്ച്ചില്ല. അടുത്ത വർഷങ്ങളിൽ കായ്ക്കുമായിരിക്കും. ഈ നിർദ്ദിഷ്ട ഹാപ്പിനെസ് പാർക്കിൽ വന്നാൽ പലതരത്തിലുള്ള ഔഷധ ചെടികൾ, ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണുകയും അതിൻ്റെ ഫലങ്ങളൊക്കെ അനുഭവിച്ച് ഇവിടെ നിന്ന് പോകാൻ സാധിക്കും. അപ്പം എല്ലാവരെയും ഈ ഹാപ്പിനെസ് പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നീന്തൽ അറിയാവുന്നവർക്ക് ഇവിടെ നീരാടി കുളിച്ചിട്ട് പോകാനുള്ള സൗകര്യവും ഉണ്ട്. ഈ പാർക്കിനോടനുബന്ധിച്ച് കൊട്ടവഞ്ചി സവാരി, വള്ളസവാരിയൊക്കെ നടത്താനുള്ള അതിവിശാലമായ ഒരു ജലാശയവും കൂടിയാണ് ഇതിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.